വരട്ടെ, ഒന്നും കൂടി ഞാൻ കാണിച്ചത്. മനസ്സിലായോ? ഇത് ഞങ്ങൾ ചെന്നൈ താമസമാക്കിയതിന് ശേഷമുള്ളത്. അതിൽ ഞാൻ കൃഷ്ണനും കൽപ്പന ചേച്ചി രാധയും ഉർവശിയും കൽപ്പനയും കൂടിയുള്ളൊരു നൃത്തമാണ് ഉള്ളതാണ്. ഈ പിള്ളേർക്കെല്ലാം അത്ഭുതമായിരിക്കണം. ഈ ഉർവശി വലിയൊരു സംഭവമാണല്ലോ. അത് ഉരുപ്പെടാത്തത് കൂടെ ആയപ്പോ കുറച്ച് ഒരു ഇമേജ് സ്പോയിലായി. അത് ചെന്നൈയിൽ ഞങ്ങൾ താമസമാക്കി കഴിഞ്ഞിട്ട് അതില് വിദ്യാമേൻ അസിസാറുമാണ് ഹീറോയിൻസ്. ദിഗ്വിജയ് എന്നാ സിനിമയുടെ പേര്. അപ്പൊ അതില് ഒരു കുട്ടികളുടെ ഡാൻസിന്റെ ഒരു സംഭവം. അങ്ങനെ 1-2 പടം ചെയ്തു. ഷീലാമ്മ ഡയറക്ട് ചെയ്ത ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഉർവശി അന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയില്ലേ? 9th പഠിക്കുമ്പോ മുന്താനെ മുടിച്ചല്ലേ ചെയ്തത്? അതെ. ഇതൊക്കെ അതിനൊക്കെ ആദ്യം കണ്ടത് കഴിഞ്ഞ് ഒരു 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാ ഇത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പിള്ളേര് നോക്കും ഇങ്ങനെ. പക്ഷെ അവർക്കൊന്നും അതിന്റെ ഒരു ദൂരം. ചെന്നൈയിൽ മലയാളം സിനിമകൾ അത്ര അങ്ങോട്ട് റിലീസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഒരു പ്രാധാന്യം തോന്നിയിരുന്നോ? ഞാനൊരു സിനിമയിലേക്ക് വന്ന ആളാണ്, അങ്ങനെ എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ക്യാമറയും ബഹളമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. ബാക്കി എല്ലാവരും അതുമായിട്ടങ്ങ് ശീലിച്ചു. എനിക്ക് പറ്റിയിട്ടേ ഇല്ല. ഞാൻ പഠിച്ച സ്കൂൾ പക്ഷെ സിനിമാ സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളാണ്. എന്ന് വെച്ചാൽ എല്ലാ ഭാഷയിലെയും സിനിമാ പ്രവർത്തകരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായിരുന്നു. അപ്പൊ എല്ലാം പരിചയക്കാരാ. അച്ഛൻ്റെ പരിചയക്കാരൊക്കെ ആകുമ്പോൾ വേറെ ഒരു ഇത് തോന്നിയിട്ടില്ല. ആരും അങ്ങനെ അങ്ങോട്ട് കൊണ്ട് കളിയാക്കൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. കുറേ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴേ ഉണ്ട്. അപ്പോൾ എനിക്ക് മുന്താനം പിടിച്ചും കഴിഞ്ഞ് എത്രയോ സിനിമ കഴിഞ്ഞ് മലയാളത്തിലൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്.